ഫ്രണ്ട്സ് എല്ലാവർക്കും സോളോ ടോക്സിന്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ അഥവാ ഇ ഹെൽത്ത് കേരളയിലേക്ക് നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. തിരുവനന്തപുരം ഇ ഹെൽത്ത് പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റിലേക്ക് കരാറടിസ്ഥാനത്തിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത്. വേക്കൻസി വന്നിട്ടുള്ള പോസ്റ്റുകൾ വരുന്നത് സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജാവ പോസ്റ്റിന് 2 വേക്കൻസിയും, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജാവ പോസ്റ്റിന് 10 വേക്കൻസിയും, UI/UX എക്സ്പേർട്ട് പോസ്റ്റിന് 1 വേക്കൻസിയും, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ PHP പോസ്റ്റിന് 2 വേക്കൻസിയും, ജൂനിയർ ഡെവലപ്പർ ജാവ പോസ്റ്റിന് 10 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മന്ത്ലി സാലറി പാക്കേജ് നോക്കുകയാണെങ്കിൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജാവ പോസ്റ്റിന് 70,000 രൂപയും, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജാവ, UI/UX എക്സ്പേർട്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ PHP എന്നീ പോസ്റ്റുകൾക്ക് 50,000 രൂപയും, ജൂനിയർ ഡെവലപ്പർ ജാവ പോസ്റ്റിന് 25,000 രൂപയാണ് സാലറി പാക്കേജ് വരുന്നത്. നിലവിൽ 3 വർഷത്തെ കരാറടിസ്ഥാനത്തിലേക്കാണ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. എന്നാൽ കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് ആ കരാർ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് സാലറി ഇൻക്രിമെന്റ് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടും ഏൺഡ് ലീവും കൂടി ഈ പോസ്റ്റുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഓരോ പോസ്റ്റുകളുടെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏജ് ലിമിറ്റും എത്രയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജാവ എന്ന പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലുള്ള BTech, MTech, അതുപോലെ തന്നെ MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc എഞ്ചിനീയറിംഗ്. ഇതിൽ മിനിമം 60% മാർക്കോട് കൂടിയിട്ട് പാസ്സായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. ഒപ്പം തന്നെ 28 വയസ്സിനും 45 വയസ്സിനിടയിൽ പ്രായമുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. കാൻഡിഡേറ്റ്സിന് മിനിമം 6 ഇയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജാവ പോസ്റ്റിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. നെക്സ്റ്റ് പോസ്റ്റ് വരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജാവ എന്ന പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് CS, ECE, IT, EEE എന്നീ സബ്ജക്റ്റുകളിൽ BTech, MTech കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനോ, MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. പ്രായപരിധി പറയുന്നത് 25 വയസ്സിനും 35 വയസ്സിനിടയിലുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. മിനിമം സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഇൻ ജാവ എന്ന പോസ്റ്റിൽ 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് പോസ്റ്റ് വരുന്നത് UI/UX ഡെവലപ്പർ അല്ലെങ്കിൽ UI/UX എക്സ്പേർട്ട് എന്ന പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഇൻ BE, BTech, MTech ആൻഡ് സബ്ജക്റ്റ് വരുന്നത് ECE, CS, IT, EEE, കൂടാതെ MCA, PGDCA, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc എഞ്ചിനീയറിംഗ് എന്നിവ കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 24 വയസ്സ് തൊട്ടിട്ട് 35 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. UI/UX ഡെവലപ്പറായിട്ട് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് പോസ്റ്റ് വരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ PHP എന്ന പോസ്റ്റാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ECE, CS, IT, EEE എന്നീ ബ്രാഞ്ചുകളിൽ BEയോ BTechോ MTechോ കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ഒപ്പം തന്നെ MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 25 വയസ്സ് തൊട്ട് 35 വയസ്സാണ്. PHP ഡെവലപ്പറായിട്ട് 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ലാസ്റ്റ് പോസ്റ്റ് വരുന്നത് ജൂനിയർ ഡെവലപ്പർ ജാവ എന്ന പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് CS, EC, EEE, IT എന്നീ ബ്രാഞ്ചുകളിൽ BEയോ BTechോ കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനോ അല്ലെങ്കിൽ MTech കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനോ, അതല്ലെങ്കിൽ MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 21 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മിനിമം 2 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ സ്കിൽസും ആവശ്യപ്പെടുന്നുണ്ട്. സ്കിൽസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം.
ehealth@kerala.gov.in എന്ന മെയിൽ ഐ ഡി വഴിയാണ് ഈ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് മെയിൽ വഴിയാണ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ലിങ്ക് ഫോമിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഈ ആരോഗ്യ കേരളത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ കരിയർ പേജിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾ കരിയർ പേജിലേക്ക് വന്നാൽ 16/3/2024 ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. ആ നോട്ടിഫിക്കേഷന് താഴെയായിട്ട് ആപ്ലിക്കേഷൻ ഫോം എന്ന ലിങ്ക് കാണാം. ആപ്ലിക്കേഷൻ ഫോം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതൊരു വേർഡ് ഫോമാണ്, അതായത് വേർഡ് ഡോക്യുമെൻ്റ് ആണ്. നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ് ഡോക്യുമെൻ്റ് ആണ്. ആ ഡോക്യുമെൻറ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ehealth@kerala.gov.in എന്ന മെയിൽ ഐ ഡിയിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് April 4 ആണ്. 4/4/2024 ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സുള്ള വേക്കൻസി ആണ്. എങ്കിലും നല്ലൊരു സാലറി പാക്കേജും അതുപോലെ തന്നെ 3 വർഷത്തെ കരാറുമാണ് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാനും ചാൻസ് ഉണ്ട്. സോ ക്വാളിഫൈഡുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറുകളുടെ കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്